നിലവിലുള്ള UDF സർക്കാർ KSRTC ഉൾപ്പെടുന്ന വകുപ്പുകളെ മുൻനിർത്തി ഇത്ര വലിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന പുതിയ ബാധ്യത കൂടി ഏറ്റെടുക്കാനുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലം സാമ്പത്തികമായി ഉണ്ടാക്കാൻ വരുന്ന ആളുകളിൽ UDFന് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ 5 ഗ്യാരണ്ടികൾ പ്രായോഗികമാകുമോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ പോകുന്ന സാഹചര്യം. ഒരു വശത്ത് വലിയ ബാധ്യതകൾ ഏറ്റെടുക്കാൻ കരുത്ത് തങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന അതേ സാഹചര്യത്തിലാണ് ഗുണപരമായി ലഭിച്ചുകൊണ്ടിരുന്ന വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾ NRKകൾ അവർ സംസ്ഥാനത്തിന് അയച്ചുകൊണ്ടിരുന്ന ഒരു വരുമാനമായിരുന്നു സംസ്ഥാനത്തെ ഇതുവരെയും ചലനാത്മകമായിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഈ പറയുന്ന പശ്ചിമേഷ്യയിലെ യുദ്ധം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. അടുത്ത 5 വർഷക്കാലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. സംസ്ഥാനം സാമ്പത്തികമായ പ്രതിസന്ധി അനുഭവിക്കുന്നു. അതിന് വലിയ തിരിച്ചടിയിൽ ഉണ്ടാക്കാൻ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾ കാരണമാകുന്നു. നിലവിൽ ഇവിടുത്തെ ചെറുപ്പക്കാർ ഇവിടെ എത്തിയ പണത്തിന്റെ ഒരു വിഹിതവുമായി യൂറോപ്പിലേക്കും മറ്റും പഠിക്കാൻ പോകുന്ന ശീലം വർദ്ധിക്കുന്നത് സംസ്ഥാനത്തിന് സാമ്പത്തികമായ ചുരുക്കവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുണ്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണ് UDF സർക്കാർ 10 വർഷത്തിനു ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. LDFന് നേരിട്ട കനത്ത തിരിച്ചടിക്ക് രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും പല മാനങ്ങൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഏതായാലും ആരോപണ പ്രത്യാരോപണങ്ങളും ചർച്ചകളുമൊക്കെ ഇപ്പോഴും പാർട്ടികൾക്കുള്ളിൽ തന്നെ അവസാനിച്ചിട്ടില്ല. ഇതിനിടയിൽ ഗ്യാരണ്ടികളുമായി ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ഇറങ്ങിയ UDFന് മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെ, സാധ്യതകൾ എന്തൊക്കെ? ഇത്രയും വലിയൊരു മാൻഡേറ്റ് കേരളത്തിലെ ജനത UDFന് നൽകിയത് ഈ ഗ്യാരണ്ടികളുടെ പുറത്ത് മാത്രമാണോ? അത് നടപ്പാക്കുന്നതിൽ VD സതീശൻ സർക്കാരിന് എത്ര ദൂരം മുന്നോട്ട് പോകാനാകും? മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ നയപ്രഖ്യാപനത്തിൽ ചിലതൊക്കെ കണ്ടു, ധവളപത്രത്തിലും അതിൻ്റെ ചില ആവർത്തനങ്ങൾ കണ്ടു. പക്ഷേ ബജറ്റിലെത്തുമ്പോൾ ഇതിനൊക്കെ ഒരു വ്യക്തത ഉണ്ടാകുമോ? കിഫ്ബി അടക്കം പൊളിച്ചെടുത്തുണ്ടാകുമോ? ഇനി കേരളത്തിന് മുന്നിലുള്ള സാമ്പത്തിക വെല്ലുവിളികൾ എന്തൊക്കെ, സാധ്യതകൾ എന്തൊക്കെ? നമ്മളോടൊപ്പം രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകൻ ശ്രീ EP അനിൽ ചേരുകയാണ്. സ്വാഗതം സാർ. ഇവിടെ ഒരുപാട് മാനങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക കണക്കുകൾ അത് ശരിയോ? ധവളപത്രം തന്നെ ഒരു ശരിയായ രേഖയാണോ? പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആണോ? അത് സാമ്പത്തിക രേഖയല്ലേ? ഇങ്ങനെയുള്ള ചർച്ചകൾ ഒരു വശത്ത്. ഇതിനിടയിൽ ഈ ഗ്യാരണ്ടികളിലേക്ക് ജനം ഫോക്കസ് ചെയ്യാണ്. അതിലെന്താണ് UDFന് മുന്നിലുള്ള സാധ്യത, വെല്ലുവിളി? സ്വാഭാവികമായും UDF ജനങ്ങളുടെ മുന്നിൽ വെച്ച ഈ 5 ഗ്യാരണ്ടികളും തീർച്ചയായും സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സാമുദായികമായും സാമ്പത്തികമായും ഒക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ പരിഗണിക്കുക എന്ന ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഗാന്ധിയൻ സമീപനത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് ഈ 5 ഗ്യാരണ്ടികളിലെ ഒന്നിനെയും നമ്മൾ അങ്ങനെ കുറച്ച് കാണാൻ കഴിയില്ല. ആ ഗ്യാരണ്ടികളിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി പറയുന്ന സൗജന്യ യാത്ര, ആ സൗജന്യ യാത്ര തീർച്ചയായും സ്ത്രീകളെ സമൂഹത്തിൽ കൂടുതൽ സാമ്പത്തികമായും ഒക്കെ സഹായിക്കാൻ കഴിയുന്ന ഒരു നിലപാടാണ്. അപ്പോൾ കേരളത്തിലെ KSRTCയിലായിരിക്കാം അങ്ങനെ സൗജന്യ യാത്ര അനുവദിക്കുന്നത്. അങ്ങനെ അനുവദിക്കുമ്പോൾ അത് അവർക്കുണ്ടാക്കുന്ന ഗുണപരമായ വശം, അവരുടെ യാത്രാ ചെലവ് കുറയുന്നു, അവർക്ക് പുതിയ തൊഴിൽ അന്വേഷകരായി മാറാൻ കഴിയുന്നു. ഇതൊക്കെ ശരിയാകുമ്പോഴും KSRTC ഇന്ന് അനുഭവിക്കുന്ന നിലവിലുള്ള വലിയൊരു പ്രതിസന്ധി, ആ പ്രതിസന്ധി തന്നെ അടിവരയിട്ട് പറയുന്ന ധവളപത്രത്തിലെ വലിയ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ KSRTCയെ ഉണ്ട് അതിലേക്ക് നമുക്ക് കടക്കാം. തീർച്ചയായും ഏറ്റവും കൂടുതൽ ബാധ്യത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 3 സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന KSRTC, മറ്റൊന്നാണ് KSEB, വാട്ടർ അതോറിറ്റി തുടങ്ങിയ കാര്യങ്ങൾ. അതിലിപ്പോൾ KSRTC ഉള്ള ഗൗരവതരമായ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന സംവിധാനമാണ്. എന്നാൽ കേരളീയ പൊതുസമൂഹത്തിൽ KSEB കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകളെ നേരിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് KSRTC. അവിടെ നിലവിൽ ഏതാണ്ട് സർക്കാർ തന്നെ ഒരു വർഷം 1200 കോടി രൂപ അവർക്ക് സഹായം നൽകുന്നത് കൊണ്ടാണ് KSRTC ഓടിപ്പോകുന്നത്. അതിനോടൊപ്പമാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായ യാത്ര അനുവദിക്കുമെന്നുള്ള പ്രഖ്യാപനം രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രഖ്യാപനം തീർച്ചയായും ആളുകൾ വളരെ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. മറ്റൊന്ന്, കോളേജിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് നമുക്ക് സാമൂഹികമായി പല കാര്യങ്ങളിലും പിന്നോക്കമായി പോയ സ്ത്രീ സമൂഹം കേരളത്തിൽ വലിയ മുന്നേറ്റങ്ങൾ കാരണക്കാരായി. എന്ന് മാത്രമല്ല നിലവിൽ സർവകലാശാലകളിൽ ഏതാണ്ട് 60% പഠിക്കുന്നത് പെൺകുട്ടികളാണ്. ഇതൊക്കെ വലിയ വലിയ മുന്നേറ്റമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക്
മാസം 1000 രൂപ വീതം സഹായം കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിലവിൽ ഏതാണ്ട് 6 ലക്ഷം സ്ത്രീകൾ ഡിഗ്രി കോഴ്സുകൾക്ക് പഠിക്കുന്നുണ്ട്. 6 ലക്ഷത്തോളം കോളേജ് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ വീതം കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ 6 ലക്ഷത്തോളം കുട്ടികൾക്ക് ഒരു വർഷം 12,000 രൂപ വെച്ച് കൊടുക്കേണ്ടി വരുന്ന ഒരു തുക. KSRTCക്ക് വരാവുന്ന ബാധ്യത ഏതാണ്ട് 1400 മുതൽ 1600, 1700 കോടി രൂപ വരും. അങ്ങനെ സർക്കാർ അങ്ങനെ കൊടുക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ആരോഗ്യകരമാണ്. നേരത്തെ പറഞ്ഞ സംസ്ഥാനത്ത് ഏതാണ്ട് 62 ലക്ഷത്തോളം ആളുകൾക്ക് ഇന്ന് ലഭിക്കുന്ന ക്ഷേമ പദ്ധതികളുടെ കാര്യം എടുത്താൽ നിലവിൽ അവർക്ക് കൊടുക്കുന്നത് 2000 രൂപയാണ്. LDF 2500 രൂപ കൊടുക്കുമെന്നാണ് പറഞ്ഞാണ് അവർ അധികാരത്തിൽ വന്നത്. അവർ അത് 2000 രൂപയിൽ എത്തിച്ചിട്ടുണ്ട്. 1000 രൂപ വീതം കൊടുത്ത് അത് 3000 രൂപ വീതമാക്കുകയാണെങ്കിൽ 62 ലക്ഷത്തോളം ആളുകൾക്ക് ഓരോ മാസവും അധികം 1000 രൂപ വീതം വെച്ച് കൊടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഏതാണ്ട് 7200, 7400 കോടി രൂപ അധികം വേണ്ടി വരും. മറ്റൊന്ന്, ഏറ്റവും വലിയ സാമ്പത്തിക ബാധ്യത വരാൻ സാധ്യതയുള്ളത്, ഒരുപക്ഷെ ഏറ്റവും വലിയ വിമർശനം ഉയർത്തിക്കൊണ്ടിരിക്കുന്നതുമാണ് ആരോഗ്യമേഖലയിലെ ഇൻഷുറൻസ് പദ്ധതി. ആരോഗ്യമേഖല ഇൻഷുറൻസ് പദ്ധതിയെപ്പറ്റി സർക്കാർ പറയുന്നത് ഇങ്ങനെയാണ്: സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയാണ് സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഏതാണ്ട് 72-77 ലക്ഷം കുടുംബങ്ങളുണ്ട്. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ചികിത്സ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയെ നടപ്പിലാക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ശരാശരി ഒരു കുടുംബത്തിൻ്റെ ഇൻഷുറൻസിന് വേണ്ടി ഒരു 25,000 രൂപയുടെയെങ്കിലും പോളിസി എടുക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. എന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി ഒരു കുടുംബത്തിന് ലഭിക്കണമെങ്കിൽ ശരാശരി 25,000 രൂപയുടെ പോളിസി വെച്ച് 72 ലക്ഷം കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഒരു വർഷം സർക്കാർ ഏതാണ്ട് 17,500 കോടി മുതൽ 20,000 കോടിയോളം രൂപ മാറ്റിവെക്കണം. നോക്കൂ, നിലവിലുള്ള ആരോഗ്യവകുപ്പിൽ 42,000 ആളുകൾ പണിയെടുക്കുന്നു, ഡോക്ടർമാർ ഉൾപ്പെടുന്നുള്ളവർ പണിയെടുക്കുന്നു. നമ്മുടെ ബജറ്റിൽ ഒരു വർഷം ആരോഗ്യമേഖലയ്ക്ക് മാറ്റിവെക്കുന്നത് ഏതാണ്ട് 20,500 കോടിയോളം രൂപയാണ്. എന്നുവെച്ചാൽ അത്രയും തുക വേണം ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ. ആരോഗ്യമേഖലയ്ക്ക് നിലവിൽ സർക്കാർ ചിലവാക്കുന്ന അത്രയും തുക ഇൻഷുറൻസ് കമ്പനികൾക്ക് പോളിസി തുകയായി കൊടുക്കേണ്ടി വരും. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്നാണ്, ഈ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ പൊതുവെ കടന്നു പോകുന്ന അനാരോഗ്യകരമായ ചില പ്രവണതകളുടെ പ്രശ്നം. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് സംരംഭങ്ങൾ കൊടുക്കാൻ പലിശരഹിത വായ്പ അനുവദിക്കുമെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനം ആരോഗ്യകരമാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് ഒരു ചെറിയ കണക്ക് പറഞ്ഞാൽ, ഇപ്പോൾ 10 ലക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് 5 ലക്ഷം രൂപ വീതം പലിശരഹിത വായ്പ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞാൽ 50,000 കോടി രൂപയുടെ വായ്പ സംസ്ഥാന സർക്കാർ ബാങ്കിൽ നിന്ന് എടുക്കണം. ഇതിന് 8% നിങ്ങൾ പലിശ തീരുമാനിക്കുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4,000 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെക്കണം. എന്ന് പറയുമ്പോൾ തീർന്നില്ല. ഇപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക വകുപ്പ്, അതിൻ്റെ ചിലവ് വേറെ വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ പഞ്ച ഗ്യാരണ്ടികൾ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ചിലവിൻ്റെ കൂടെ ഏറ്റവും കുറഞ്ഞത് ഒരു 40,000 മുതൽ 50-55,000 കോടി രൂപയുടെ അധിക ബാധ്യത വരും. ഇവിടെയാണ് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാന സർക്കാരിന് നിലവിലുള്ള ക്ഷേമ പദ്ധതികളുടെ ബാധ്യതയ്ക്കും അപ്പുറം മറ്റൊരു 40,000 മുതൽ 50,000 കോടി രൂപയുടെ ബാധ്യത കൂടി ഏറ്റെടുക്കാനുള്ള കരുത്തുണ്ടോ? ആ കരുത്തുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ സഹായിക്കുന്നതാണ് ധവളപത്രം. ധവളപത്രത്തിൽ ഇന്ന് സംസ്ഥാനം അനുഭവിക്കുന്ന ഒട്ടേറെ പ്രതിസന്ധികളെപ്പറ്റി പറയുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഈ ബാധ്യത, ഈ ഗ്യാരണ്ടികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം, സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ക്ഷേമ പദ്ധതികളിലൂടെ പണം നേരിട്ടോ അല്ലാതെയോ കൊടുക്കുന്നത് തീർച്ചയായും സമൂഹത്തിൻ്റെ ചലനശേഷിയെ വർദ്ധിപ്പിക്കും. അതിൻ്റെ ഗുണം സമൂഹത്തിനായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ നിലവിലുള്ള UDF സർക്കാർ
KSRTC ഉൾപ്പെടുന്ന വകുപ്പുകളെ മുൻനിർത്തി ഇത്ര വലിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന പുതിയ ബാധ്യത കൂടി ഏറ്റെടുക്കാനുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലം സാമ്പത്തികമായി ഉണ്ടാക്കാൻ വരുന്ന ആളുകളിൽ UDF കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ 5 ഗ്യാരണ്ടികൾ പ്രായോഗികമാകുമോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ പോകുന്ന സാഹചര്യം. ഈ 5 ഗ്യാരണ്ടികൾക്ക് പുറത്താണ് ആശാ വർക്കർമാരുടെ വേതനം ദിനം പ്രതി 700 രൂപ വീതം വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത്. അതിൻ്റെ എണ്ണം ഒരുപക്ഷെ 26,500ഓളം മാത്രമേ വരുന്നുള്ളെങ്കിൽ പോലും അതിനോടൊപ്പമാണ് പാചക തൊഴിലാളികൾക്ക്, അംഗൻവാടി ടീച്ചേഴ്സിന് തുടങ്ങിയ മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകളുടെ നിലവിലുള്ള കുറഞ്ഞ വേതനം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. അതും സാമ്പത്തികമായ ബാധ്യത ഉണ്ടാക്കും. മറ്റൊന്നാണ് വളരെ വളരെ ഗൗരവതരമായ മറ്റൊരു പ്രശ്നം. നോക്കൂ, സംസ്ഥാനത്ത് പല രംഗങ്ങളിലും തുടങ്ങിവെച്ച പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കാത്തതിൻ്റെ പേരിൽ സംസ്ഥാനം അനുഭവിക്കുന്ന മറ്റു ചില പ്രതിസന്ധികൾ, കിഫ്ബി പോലെയുള്ള പദ്ധതികൾ, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി ധവളപത്രം ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതുണ്ടാക്കിയ ബാധ്യത തിരിച്ചു കൊടുക്കാൻ ഈ സർക്കാർ നിർബന്ധിതമാണ്. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ സാമ്പത്തികമായ തിരിച്ചടി നേരിടുന്ന കേരള സംസ്ഥാനം ഒരു വശത്ത് വലിയ ബാധ്യതകൾ ഏറ്റെടുക്കാൻ ഒരു കരുത്ത് തങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന അതേ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ നിലവിൽ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കാർഷിക മേഖല തിരിച്ചടിയിലാണ്. പരമ്പരാഗത മേഖല വളരെ തകർച്ച ഒരുപക്ഷെ പൂർത്തീകരിച്ചു കഴിച്ചു എന്ന് പറയാം. വ്യവസായ മേഖലയിലൊന്നുമില്ല. ആകെ നമുക്ക് ഗുണപരമായി ലഭിച്ചുകൊണ്ടിരുന്ന വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾ, NRKകൾ, അവർ സംസ്ഥാനത്തിന് അയച്ചുകൊണ്ടിരുന്ന ഒരു വരുമാനമായിരുന്നു സംസ്ഥാനത്തെ ഇതുവരെയും ചലനാത്മകമായിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഈ പറയുന്ന പശ്ചിമേഷ്യയിലെ യുദ്ധം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഇതിനോടൊപ്പമാണ് നമുക്കറിയാവുന്ന പോലെ ഇന്ധനത്തിൻ്റെ അടിക്കടിയുള്ള വിലവർദ്ധനവ്, കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനങ്ങളിലുള്ള അവഗണന സംസ്ഥാനത്തെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നു എന്നുള്ള പ്രതിസന്ധി. അപ്പം മൊത്തത്തിലെടുത്താൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്ത് വലിയ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് ഐക്യജനാധിപത്യ മുന്നണി പറയുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നവരാണ് എന്ന് ജനങ്ങളോട് പറയുകയും പുതിയ കുറേയധികം ബാധ്യത ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ നിലവിലുള്ള ഈ തിരിച്ചടികളെ പരിഹരിക്കാൻ സതീശൻ സർക്കാരിന് കഴിയുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് അടുത്ത 5 വർഷക്കാലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. സംസ്ഥാനം സാമ്പത്തികമായ പ്രതിസന്ധി അനുഭവിക്കുന്നു. അതിന് വലിയ തിരിച്ചടിയിൽ ഉണ്ടാക്കാൻ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾ കാരണമാകുന്നു. കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന പണം, അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരുന്ന പണത്തിന് പകരം നിലവിൽ ഇവിടുത്തെ ചെറുപ്പക്കാർ ഇവിടെ എത്തിയ പണത്തിൻ്റെ ഒരു വിഹിതവുമായി യൂറോപ്പിലേക്കും മറ്റും പഠിക്കാൻ പോകുന്ന ശീലം വർദ്ധിക്കുന്നത് സംസ്ഥാനത്തിന് സാമ്പത്തികമായ ചുരുക്കവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ എത്രമാത്രം ഐക്യജനാധിപത്യ മുന്നണിക്ക് മലയാളികളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ കഴിയും എന്നുള്ളതാണ് അവർക്കും നമ്മൾക്കും മുന്നിലുള്ള ഗൗരവതരമായ ചോദ്യങ്ങൾ.